പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണവും ഭാരതാംബയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷവും സംയുക്തമായി ഈ ഇടവക സമൂഹം സാഘോഷം കൊണ്ടാടുന്ന ഈ അവസരത്തിൽ ഏവർക്കും ഈ ദിനത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹപൂർവം നേരുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മുടെ ഇടവക സമൂഹത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും ഈ നാടിനും പ്രത്യേകമായി ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 100-ൽ പരം വീടുകൾ മാത്രമുള്ള ഈ കൊച്ചു ഇടവക സമൂഹം എത്ര ശ്രേഷ്ഠമായ രീതിയിലാണ് ഒത്തൊരുമയോടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഇടവകയുടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതും ഇടവകയുടെ കൂട്ടായ്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് കാണുമ്പോൾ പ്രത്യേകമായുള്ളൊരു അഭിനന്ദനം വികാരിയച്ഛനും കൈക്കാരന്മാർക്കും ഈ ഇടവക സമൂഹത്തിനും പ്രത്യേകമായി നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ അഭിമന്യ പിതാവ് ഇവിടെ വന്നിരുന്നു. തിരുനാളിൻ്റെ തലേദിവസം പ്രസിദ്ധേന്ത്യ വാഴ്ചയുടെ ചടങ്ങുകളും ദിവ്യബലിയൊക്കെ അർപ്പിച്ചു. അതിനെക്കുറിച്ച് പിതാവും അവിടെ പറയുകയുണ്ടായി. ഈ കഴിഞ്ഞ 9 ദിനങ്ങളിലായിട്ട് നവനാൾ ദിനങ്ങളിലൂടെ നിങ്ങൾ കടന്നു വരികയായിരുന്നു. 400-ലധികം പേര് ഊട്ടുതിരുനാളിൻ്റെ പ്രസിദ്ധേന്തിമാരായിട്ടും പിന്നീട് നവനാളിൻ്റെ പ്രസിദ്ധേന്തിമാർ വേറെയൊക്കെ ആയിട്ട് ഇത്രയും ആളുകളെ നിങ്ങൾ ഒരുമിച്ച് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതേറെ അഭിനന്ദിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നി. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ ഈ ദിവ്യബലിയിൽ നാം പങ്കുചേരുമ്പോൾ ഈ ദിനത്തിൻ്റെ ചിന്തകൾ നാം ഒന്ന് പങ്കുവെക്കുന്നത് നന്നായിരിക്കും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 40-ാം വചനം നാം ഇപ്രകാരം വായിക്കും: നമുക്ക് നമ്മുടെ വഴികൾ പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. ഓരോ തിരുനാളും ഓരോ ആഘോഷവേളയും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പിന്നിട്ട വഴികളെക്കുറിച്ച് ചിന്തിക്കാനും സൂക്ഷ്മമായി പരിശോധിക്കാനും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ആ തിരുത്തലുകൾ സ്വീകരിച്ച് ഒരു യൂട്ടേണിനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് തിരികെ നടക്കാനുമായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്ന ദിനങ്ങളാകണം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളുകൾ, പല തിരുനാളുകളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളുകളിൽ ജനുവരിയിൽ ആദ്യത്തെ ദിവസം തന്നെ ദൈവമാതൃത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട സമർപ്പണ തിരുനാൾ, അത് ശുദ്ധീകരണ തിരുനാളായിട്ട് ഫെബ്രുവരിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. മാർച്ച് മാസത്തിലാകുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മംഗലവാർത്ത തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. പിന്നീട് നമ്മൾ നോക്കിയാൽ സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കും. ഡിസംബറിലേക്ക് എത്തുമ്പോൾ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കും. ഇതുകൂടാതെ നമുക്കറിയാം പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തിരുനാളുകൾ. ലൂർദ് മാതാവിൻ്റെ തിരുനാൾ, ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ, വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുനാൾ, കാർമൽ മാതാവിൻ്റെ തിരുനാൾ, കർമ്മല മാതാവിൻ്റെ തിരുനാൾ, അല്ലെങ്കിൽ കൊരട്ടിമുത്തിയുടെ തിരുനാൾ, കുറവിലങ്ങാട് തിരുനാൾ, ഇങ്ങനെയുള്ള തിരുനാളുകൾ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളുമായി ബന്ധപ്പെട്ട തിരുനാളുകളാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയവുമായി ബന്ധപ്പെട്ട വിശ്വാസ സത്യങ്ങളുടെ വെളിച്ചത്തിൽ സഭ നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന തിരുനാളുകളുണ്ട്. പ്രധാനമായിട്ടും 4 വിശ്വാസ സത്യങ്ങളാണ്
പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതവുമായിട്ട് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നാലാമത്തേതാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന സ്വർഗാരോപണ തിരുനാൾ എന്ന് പറയുന്നത്. നാലാമത്തെ വിശ്വാസസത്യമാണ്. അപ്പം അതിനു മുമ്പുള്ള 3 വിശ്വാസസത്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഏറ്റവും ആദ്യം പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് സഭ ഔദ്യോഗികമായിട്ട് എല്ലാവരും വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച വിശ്വാസസത്യം അതേതായിരിക്കും? മറിയവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസസത്യത്തിൽ ആദ്യത്തേത്, മംഗളവാർത്തയൊക്കെ ഉണ്ടെങ്കിലും, ദൈവമാതൃത്വമാണ്. ദൈവമാതൃത്വം. പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന വിശ്വാസസത്യം ഔദ്യോഗികമായിട്ട് സഭ പഠിപ്പിച്ചത് അത് AD 431 എഫേസൂസിൽ വെച്ച് നടന്ന ഒരു കൗൺസിൽ വെച്ചാണ്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. നമ്മളതിലേക്ക് സുദീർഘമായ സംഭാഷണത്തിലുള്ള വേദിയല്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. 325 ആദ്യത്തെ ഔദ്യോഗികമായ സൂനകദോസ് നിക്കായിൽ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ഉണ്ടായ ഒരു വലിയ ഒരു തർക്കമുണ്ടായിരുന്നു. മറിയം ദൈവമാതാവാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വഴി തെളിയിക്കുന്ന രീതിയിലേക്ക് വന്നത് ക്രിസ്തുവിൻ്റെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ സഭയിൽ ഉടലെടുത്തിരുന്നു. അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ജനിച്ചപ്പോൾ മുതലേ തന്നെ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഔദ്യോഗികമായിട്ട് സ്ഥാപിക്കുന്ന കൗൺസിലായിട്ടാണ് 325 നിക്ക സൂനകദോസ് നമ്മൾ കാണുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആ ഒരു ചർച്ചകളുടെ വെളിച്ചത്തിലാണ് പിന്നീട് മറിയം ദൈവത്തിൻ്റെ അമ്മയായിരുന്നു എന്ന് തന്നെ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കാനായിട്ട് സഭ മുന്നിട്ടിറങ്ങിയത്. ദൈവശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ക്രിസ്തോത്തോക്കോസ്, തെയോത്തോക്കോസ് 2 ഗ്രീക്ക് പദങ്ങൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അന്നതൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നത്. അതായത് മറിയം എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്ന പുതിയ നിയമത്തിലെ ഹവ്വ, അത് ക്രിസ്തുവായ മനുഷ്യപുത്രനായ ക്രിസ്തുവിൻ്റെ മാത്രം അമ്മയല്ല, ദൈവമായി അവതരിച്ച ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മയായിരുന്നു, ദൈവമാതാവായിരുന്നു. ഇതാണ് ഔദ്യോഗികമായിട്ട് സഭ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ അമ്മയായ മറിയവും, ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. യോഹന്നാൻ അങ്ങനെ പറഞ്ഞു, ഈശോയുടെ അമ്മയായ മറിയവും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഏലീശോ അമ്മ മറിയത്തെ കണ്ടപ്പോൾ പറഞ്ഞ എന്താണ്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ, അല്ലേ, എന്ത് ഭാഗ്യമാണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് കർത്താവിൻ്റെ അമ്മ. അപ്പം ആദ്യമായിട്ട് എടുത്തു പറയുന്നത് കർത്താവിൻ്റെ അമ്മ എന്ന സംജ്ഞ മറിയത്തിന് നൽകുന്നത് ഏലീശോ അമ്മയാണെന്ന് നമ്മൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ എലിസബത്താണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതേ ചിന്തയിൽ നിന്ന് തന്നെയാണ് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ചു. എന്താണ്? എഫേസസ് കൗൺസിലിൽ മറിയം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അമ്മയാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, അതുമായി ബന്ധപ്പെട്ട അടുത്ത വിശ്വാസസത്യമായിട്ട് സഭ പഠിപ്പിച്ചത് മറിയം പുത്രനെ ഗർഭം ധരിച്ചപ്പോഴും പുത്രനെ പ്രസവിച്ചപ്പോഴും പുത്രനെ സംവഹിച്ചപ്പോഴും പുത്രനെ പാലൂട്ടിയപ്പോഴും എപ്പോഴും നിത്യകന്യകയായിരുന്നു. മറിയം ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയാൽ നിറഞ്ഞ് നിത്യകന്യകയായി തന്നെയാണ് ഈ മറിയത്തിൻ്റെ മാതൃത്വം അവൾക്ക് നൽകപ്പെട്ടത് എന്ന് ഔദ്യോഗികമായിട്ട് സഭ 649 AD 649 ലാട്രൻ സൂനകദോസിൽ വെച്ച് വളരെ കൃത്യമായ രീതിയിൽ സഭയെ പഠിപ്പിച്ചു. എല്ലാവരോടും പറഞ്ഞു, നമ്മൾ വിശ്വാസസത്യമായിട്ട് അംഗീകരിക്കണം. ഒരുപക്ഷെ മനുഷ്യബുദ്ധി കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും ദൈവം വെളിപ്പെടുത്തിയ രഹസ്യം എന്ന രീതിയിൽ മറിയത്തിൻ്റെ ഈ ഒരു നിത്യകന്യകാത്വം സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ചു. കന്യാത്വത്തിൻ്റെ സമഗ്രതയ്ക്ക് ഒരു വിധത്തിലും മങ്ങലേൽക്കാതെ തന്നെയാണ് മറിയം ജീവിച്ചത് എന്ന് സഭയുടെ ഔദ്യോഗിക പ്രബോധനമായിട്ട് നിലകൊള്ളുന്നു. മൂന്നാമത്തെ വിശ്വാസസത്യം അത് മറിയത്തിൻ്റെ അമലോത്ഭവമാണ്. മറിയം ഉത്ഭവത്തിൽ തന്നെ ദൈവത്തിൻ്റെ പുത്രനായ ലോകരക്ഷകന് ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്യാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ആ ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ ദൈവം
മറിയത്തിൻ്റെ ഉത്ഭവം മുതലേ തന്നെ പാപരഹിതയായി മറിയത്തെ സംരക്ഷിക്കാനായി, ഉത്ഭവത്തിലും കർമ്മത്തിലും പാപരഹിതയായി സംരക്ഷിക്കാനായി പ്രത്യേകമായി കൃപ നൽകി എന്ന് 1854 പിയൂസ് 9 മാർപ്പാപ്പയാണ് ഇന്നഫാബിലിസ് ദേവുസ് എന്ന് പറയുന്ന പ്രത്യേക തിരുവെഴുത്ത് വഴി ഔദ്യോഗികമായിട്ട് പറഞ്ഞു, മറിയം ഉത്ഭവത്തില് അമലോത്ഭവയാണ്. പിന്നീട് ഒരു 4 വർഷങ്ങൾക്ക് ശേഷം 1858 പരിശുദ്ധ കന്യകാമറിയം തന്നെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ആ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തൊരു വലിയ യാഥാർത്ഥ്യം ഇത് തന്നെയായിരുന്നു. എന്താണ്? ഞാൻ അമലോത്ഭവയാണ്. അപ്പൊ ഈ 3 വിശ്വാസത്യങ്ങളും കഴിഞ്ഞിട്ടാണ് 4ാമത്തെ വിശ്വാസത്യമായിട്ടുള്ള മറിയത്തിൻ്റെ സ്വർഗാരോപണം. ഈ വാക്ക് രണ്ടും രണ്ടാണ്. ഒന്ന് കർത്താവിൻ്റെ സ്വർഗാരോഹണം എന്നാണ് നമ്മൾ പറയുക, അസെൻഷൻ ഓഫ് ദ ലോർഡ്, ഈശോയുടെ സ്വർഗാരോഹണം. കർത്താവ് ഉത്തിതനായതിനു ശേഷം പിതാവിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ സ്വയമായിട്ട് മുകളിലേക്ക് പോയി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അസെൻഷൻ, സ്വർഗാരോഹണം എന്ന് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ മറിയത്തിൻ്റെ സ്വർഗാരോപണം, ആരോപണമായിട്ട് കാണരുത്, സ്വർഗാരോപണമാണ് ഒരു വാക്കാണത്, അസംഷനാണ്. മറിയത്തെ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തിയെടുത്തു എന്നാണ് അതിൻ്റെ പാരമ്പര്യം പറയുക. അതുകൊണ്ടാണ് പണ്ട് ഈ തിരുനാളിന് വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു, കരേറ്റ തിരുനാൾ എന്ന് പറയുന്ന ഒരു പേരും കൂടി പണ്ടത്തെ നമ്മുടെ ആളുകളൊക്കെ പറയാറുണ്ട്, കരേറ്റ തിരുനാൾ എന്നുള്ളത്. അത് ഔദ്യോഗികമായിട്ട് സഭ പഠിപ്പിച്ചത് 1950 നവംബർ 1 12ാം പിയൂസ് മാർപ്പാപ്പയാണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞത്. മറിയത്തെ ഉത്ഭവപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സ്വതന്ത്രയാക്കി സൂക്ഷിച്ച ആ ഒരു നിർമ്മല കന്യകയെ അവളുടെ ഈ ലോകവാസത്തിന് ശേഷം ദൈവം എന്ത് ചെയ്തു? അവളെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു, എടുത്തു എന്നുള്ളത് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ചു. അത് തന്നെയാണ് 2ാം വത്തിക്കാൻ കൗൺസിലിൽ ലൂമൻ ജൻസിയൻ, ജനതകളുടെ പ്രകാശം എന്ന് പറയുന്ന ഈ പ്രബോധന രേഖയിലും വളരെ കൃത്യമായിട്ട് ഇതേ വാക്കുകളിൽ തന്നെ പറയുന്നു, ആത്മശരീരങ്ങളോടെ മറിയം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പോൾ ചോദിക്കും, അച്ഛാ ഇതിന് വല്ല തെളിവുണ്ടോ? നമ്മളിത് എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കുക? ഇതിനങ്ങനെയുള്ളൊരു തെളിവൊന്നും നമുക്കില്ല. പക്ഷെ വാമൊഴിയായിട്ട് ഈ പാരമ്പര്യത്തിൽ കേൾക്കുന്ന ചില സത്യങ്ങൾ, ഇത് സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ കേട്ടിട്ടുള്ള വാമൊഴി പാരമ്പര്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്. മറിയം കാലം ചെയ്ത സമയത്ത് തോമാസ് ലീഹ അവിടെ ഇല്ലായിരുന്നു. തോമാസ് ലീഹായ്ക്കൊരു വിശേഷ പേര് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. തോമാസ് ലീഹായെ ഡൗട്ടിങ് തോമ എന്ന് പറയാറുണ്ട് അല്ലെ, സംശയിക്കുന്ന തോമ. ആ സംശയിക്കുന്ന തോമ എന്ന് പറയാൻ കാരണം ഉത്ഥാനത്തിൻ്റെ സമയത്ത്, ഉത്ഥാനത്തിന് ശേഷം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലീഹ ഇല്ലാതിരുന്നതിൻ്റെ പേരിൽ തോമാസ് ലീഹ ശാഠ്യത്തോടെ പറഞ്ഞു, എനിക്ക് വിശ്വാസമില്ല, ഞാൻ വിശ്വസിക്കണമെങ്കിൽ വീണ്ടും കർത്താവ് ഞാനുള്ളപ്പോൾ വരണം, അവൻ്റെ മുറിവുകൾ കാണണം എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിച്ച തോമാസ് ലീഹ സംശയിക്കുന്ന തോമ എന്നൊക്കെ സംശയത്തിൻ്റെ ഭാഗത്തിൽ നമ്മൾ പറയാറുണ്ടെങ്കിലും ശരിയല്ല ആ ഒരു വ്യാഖ്യാനം. എങ്കിലും തോമാസ് ലീഹായുടെ സ്വഭാവത്തിൽ ഇങ്ങനെയൊരു ശൈലി ഉണ്ടായിരുന്നു. മാതാവ് കാലം ചെയ്ത സമയത്ത് തോമാസ് ലീഹ ഇല്ലായിരുന്നു. അപ്പോൾ തോമാസ് ലീഹ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, മാതാവ് നിദ്രയിലാണ്ടു. അവർ ആ വാക്കാണ് ഉപയോഗിച്ചത്, നിദ്രയിലാണ്ടു. തോമാസ് ലീഹ ശാഠ്യത്തോടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെയാണ് മാതാവിനെ അടക്കം ചെയ്തത്. തോമാസ് ലീഹ വീണ്ടും നിർബന്ധിച്ചു, കല്ലറ തുറന്നു നോക്കണം എന്ന് പറഞ്ഞു. കല്ലറ തുറന്നു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ മാതാവിൻ്റെ ആ ഭൗതിക ശരീരം അവിടെ ഇല്ലായിരുന്നു. ഇതാണ് പാരമ്പര്യം പറയുന്നത്. ഇന്നും ജെറുസലേമിൽ പോയാൽ നമുക്ക് അവിടെ ഡൊർമീഷ്യൻ ആബി എന്ന പേരിൽ, ഡൊർമീഷ്യൻ ഉറങ്ങിയ ഇടം എന്നാണ്, ഡൊർമീരെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടു സ്ലീപ്പാണ്. മറിയം ഉറങ്ങിയ സ്ഥലം എന്ന പേരിൽ ഇപ്പോഴും നമുക്ക് ആ ഒരു ചെറിയൊരു ചാപ്പലും ആ പ്രദേശവും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആദിമ നൂറ്റാണ്ട് മുതലേ തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഒരു പക്ഷേ ഉത്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിലേക്ക് വരുമ്പോൾ
മനുഷ്യൻ ഉത്ഥിതനാകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും മനുഷ്യൻ്റെ ശരീരവും ആത്മാവും ഒരുമിച്ചാണോ ഉത്ഥാനം ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ആത്മാവ് കടന്നു വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായപ്പോഴാണ് പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മനുഷ്യ, വിതയ്ക്കുന്നതല്ലല്ലോ നീ കൊയ്യുന്നത്. വിതയ്ക്കുന്നതാണോ കൊയ്യുന്നത്? അല്ലേ? ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അത് അഴിഞ്ഞ് അതിൽ നിന്ന് പുതിയ നാമ്പുകളുണ്ടായി വേറെ രീതിയിലേക്ക് വരുന്ന പോലെ തന്നെയാണ് മർത്യൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് പറയാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കുകയില്ല. പക്ഷെ മറിയത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ശരീരവും ആത്മാവും ഒരുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. മറിയത്തിൻ്റെ ശരീരം ഈ ഭൂമിയിൽ കിടന്ന് അഴുകാനായിട്ട് ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന വിശ്വാസ സത്യമായിട്ട് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും ഒന്ന് സൂചിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രബോധനങ്ങൾ എന്ത് പറയുന്നു, സഭ എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ സ്വർഗാരോപണ തിരുനാളിൻ്റെ ദിനത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്? നമ്മളും ഇത്തരത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ളൊരു യാത്ര നടത്തുന്നവരാണ് നാം. നമ്മുടെ ആരുടെയും ഇവിടെയുള്ള ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമായുള്ളൊരു ജീവിതമല്ല. ഇപ്പോൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ പറയും, എന്താണ്, എനിക്ക് വിസയുണ്ട്. എവിടേക്ക്? വിദേശത്തേക്ക് പോകാനായിട്ട് അവിടെ വിസയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുത്തെ വിസയുള്ളിടത്തോളം കാലം അവിടെ എനിക്ക് ജോലി ചെയ്യാം. ഇനി ചില പറയും, എനിക്ക് അവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ട്, അവിടുത്തെ ആ ഒരു രാജ്യത്ത് താമസിക്കാനായിട്ട് എനിക്ക് അവിടുത്തെ അനുവാദം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ പൗരത്വം അവിടെയുണ്ട്. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് നമുക്കൊക്കെ അറിയാം, നമ്മളുടെ പൗരത്വം എന്ന് പറയുന്നത്, നമ്മൾ പറയും ഇന്ത്യക്കാരാണ് ഞങ്ങൾ, സിറ്റിസൺഷിപ്പ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്ന് നമ്മൾ എഴുതി വയ്ക്കും. പക്ഷേ ഇവിടെയുള്ള നമ്മുടെ പൗരത്വം ശാശ്വതമാണോ? അല്ല, അല്ലേ? നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ പറയും, നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് അതെവിടെയാ? അത് സ്വർഗത്തിലാണ്. അവിടെയാണ് നമുക്ക് നിത്യമായ ഒരു വാസസ്ഥാനമായിട്ട് തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ തീർത്ഥാടനത്തിലാണ് നാം. ഈ വർഷം നമുക്കറിയാം 2025 ക്രിസ്തു ജയന്തി 2025 എന്നാണ് നമ്മൾ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം 2025 വർഷമായതിൻ്റെ ജൂബിലി വർഷത്തിലാണ്. ഫ്രാൻസിസ് പാപ്പയാണ് നമ്മളോട് പറഞ്ഞത്, ഈ ജൂബിലി വർഷത്തിൽ നാം എല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായം 5-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ നമ്മളോട് പറഞ്ഞു, പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല, അല്ലേ? ഇത് നമ്മൾ ക്രിസ്ത്യാനി കൃത്യമായിട്ട് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ ഒരു ജീവിതയാത്രയിൽ, ഈ ഒരു തീർത്ഥയാത്രയായിട്ട് ജീവിതത്തെ കാണുമ്പോൾ സ്വർഗമാകുന്ന ആ ഒരു വലിയ സങ്കേതത്തിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള തീർത്ഥയാത്രയുടെ ഒരുക്ക കാലഘട്ടം മാത്രമാണ് ഇവിടെ, അല്ലെ? പണ്ടത്തെ നമ്മുടെ ധ്യാനങ്ങളിലൊക്കെ എത്ര സുന്ദരമായിട്ട് നമ്മൾ പാടാറുള്ളൊരു പാട്ടുണ്ടല്ലോ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. അതിൻ്റെ 2-ാമത്തെ സ്റ്റാൻസ വളരെ അർത്ഥവത്തായ ഒരു സ്റ്റാൻസയായിരുന്നു. എന്താണ്? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ, അക്കരയാണൻ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്, അല്ലേ? അവിടെ എനിക്ക് ഒരുക്കിയൊരു ഭവനത്തിലേക്ക് ഞാൻ ആ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എൻ്റെ യാത്ര നടത്തണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം വായിച്ചു കേട്ട ആദ്യത്തെ വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നായിരുന്നു. പുറപ്പാട് പുസ്തകത്തിലെ ആദ്യ വായനയിൽ നാം ശ്രവിച്ചത്, മോശ ഈ ഇസ്രായേൽ ജനത്തെ 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ നടത്തുന്നൊരു തീർത്ഥയാത്രയായിരുന്നു. ഇവിടേക്ക് കാനാൻ ദേശത്തേക്കുള്ളൊരു യാത്രയായിരുന്നു. ആ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ
അവർക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, പല പ്രതിസന്ധികളുണ്ടായിരുന്നു അല്ലേ. അവർക്ക് മരുഭൂമിയിൽ വെള്ളമില്ലാത്ത അവസ്ഥ, ഭക്ഷണമില്ലാത്ത അവസ്ഥ, മാംസം കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള കുറേയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും മോശ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു, ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ നമ്മെ നയിച്ചത് ആരാണ്? സർവശക്തനായ യഹോവ തന്നെയാണ്. കാരുണ്യത്തോടുകൂടെയാണ് അവിടുന്ന് നമ്മെ നയിച്ചത്. ചെങ്കടൽ കടന്ന് അവര് സുരക്ഷിതമായ സ്ഥലത്തെത്തിയപ്പോൾ ഈജിപ്തിലെ ശത്രുക്കളെല്ലാം ആ ചെങ്കടലിൽ വെച്ച് ദൈവം നശിപ്പിച്ചതിന് ശേഷം മോശ സന്തോഷത്തോടെ കീർത്തനം ആലപിച്ചതിൻ്റെ ഭാഗമാണ് നമ്മൾ ശ്രവിച്ചത്. മോശ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അവിടുന്ന് ആശ്രയിച്ച് അവിടുന്ന് നയിക്കുന്ന വഴിയിലൂടെ നിങ്ങൾ നയിക്കപ്പെട്ടാൽ സുനിശ്ചിതമായ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നമ്മുടെ ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്കൊക്കെ നേരിടേണ്ടതായിട്ട് വരും. ആ സമയത്ത് ലക്ഷ്യം മറക്കാതെ നമ്മെ നയിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ പുറപ്പാട് വായനയിൽ നിന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതുതന്നെ രണ്ടാമത്തെ വായനയിലേക്ക് വന്നപ്പോൾ റോമാലേഖനത്തിൽ പൗലോസ്ലീഹായും ആ റോമായിലെ സഭയെ എപ്രകാരമാണ് താൻ നോക്കിക്കാണുന്നത്, അവർക്കുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസം ആരൊക്കെ അവരെ പലതരത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങളിലൂടെ നയിച്ചാലും നിങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ലേഖനത്തിലും നമുക്ക് നൽകപ്പെട്ടത്. മൂന്നാമത്തെ ഇന്നത്തെ സുവിശേഷ വായനയിൽ നമുക്ക് ഏവർക്കും ഏറെ സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് കാനായിലെ കല്യാണ വിരുന്ന് അല്ലേ. അത് എല്ലാ കല്യാണങ്ങൾക്കും കൃത്യമായിട്ട് വായിക്കുന്ന ഒരു വചനഭാഗമാണ്. പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മളവിടെ കേൾക്കാറുമുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ പ്രേക്ഷിത യാത്രയിൽ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ അമ്മ ഈ മകനോട് ചേർന്ന് നിന്നിരുന്നു. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് ഈ മകൻ്റെ അടുത്തുള്ള സ്വാതന്ത്ര്യവും ഈ മകനോട് ഈ അമ്മയ്ക്കുണ്ടായിരുന്ന ആ ഒരു അടുപ്പവും ഈ അമ്മ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വീഴ്ചയും കൂടാതെ ഈ മകൻ ഇടപെടുമെന്നുള്ള ഒരു പൂർണ്ണ ഒരു ഉറപ്പ് പരിശുദ്ധ കന്യകാമറിയത്തിനുള്ളത് നമുക്ക് വ്യക്തമാക്കപ്പെടുന്ന സുവിശേഷ ഭാഗമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അവരുടെ കുറവുകളെ ആരും പറയാതെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന അമ്മ ആ മകനോട് ആവശ്യപ്പെടുന്നത് ഈ കുറവുകളെ പരിഹരിക്കാൻ ഇടപെടാനാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറഞ്ഞു, കുരിശിൻ ചുവട്ടിൽ വെച്ച്, യോഹന്നാൻ തന്നെ വീണ്ടും പറഞ്ഞു, കുരിശിൻ ചുവട്ടിൽ വെച്ച് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിന്റെ മകനെന്നും ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞതിലൂടെ മനുഷ്യകുലം മുഴുവനും വേണ്ടിയിട്ടുള്ള അമ്മ സ്ഥാനത്തേക്ക് പരിശുദ്ധ കന്യകാമറിയത്തെ യേശു ഉയർത്തി തരികയായിരുന്നു. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ട സന്ദേശം, ഈ അമ്മ എൻ്റെ ജീവിതത്തിലെ സന്തത സഹചാരിയായി കൂടെയുള്ളിടത്തോളം കാലം ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള വലിയ ഒരു സത്യത്തിലേക്ക് ഈ തിരുനാൾ നമ്മെ നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലെ തീർത്ഥാടകരായ നമുക്ക് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ തീർത്ഥാടനം നിർവഹിക്കാനായിട്ട് നമ്മെ പ്രത്യേകമായി പ്രചോദിപ്പിക്കുന്ന ഒരു ദിനമായിട്ട് ഈ സ്വർഗാരോപണ തിരുനാൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് അച്ഛന് പങ്കുവെക്കാനുള്ളത്. രണ്ടാമത്തെ ചിന്തയിലേക്ക് വരുമ്പോൾ അത് ഈ നാടുമായി ബന്ധപ്പെട്ട ചിന്തയാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ 79-ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 78 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഏകദേശം 200 വർഷത്തോളം വൈദേശിക അടിമത്തത്തിൻ്റെ കീഴിലായിരുന്ന ഈ ഭാരതത്തിലെ ജനതയ്ക്ക് മഹാത്മാഗാന്ധിയെ പോലെയുള്ള ധീരരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃത്വത്തിന് കീഴിൽ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുള്ളത് അതൊരു വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ്. പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യം ശരിയായ രീതിയിലാണോ ഇന്ന് നാം അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയായ രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ ഏറെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന വേദനിപ്പിക്കുന്ന ഓർമ്മയും നമുക്കുണ്ട്. 2 വർഷം മുൻപ് 2023 ഓഗസ്റ്റ് 15-ാം തീയതി ഇതേ സമയത്ത് ഞാൻ അന്ന് ചാലക്കുടി പള്ളിയിലെ വികാരി ആയിരിക്കുന്ന സമയത്ത് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ ഒരു ചെറിയ സ്റ്റേജ് കെട്ടി ഞാൻ അന്നേ ദിവസം അവിടെ ഒറ്റയ്ക്ക് ഉപവാസം ഇരുന്ന ആളാണ്.
2023 ഓഗസ്റ്റ് 15 ഞാൻ സൗത്ത് ജംഗ്ഷനിൽ ആ മേൽപ്പാലത്തിന് താഴെ അവിടെ ഒറ്റയ്ക്ക് ഉപവാസം വരുന്നു. കുറേ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു എന്നുള്ള വേറൊരു കാര്യം. അതിനുണ്ടായ സാഹചര്യം മണിപ്പൂരിലെ ആ ഒരു വലിയ വർഗീയ പ്രശ്നത്തിൻ്റെ മുൻപിൽ, ആ ഒരു ട്രൈബൽ കോൺഫ്ലിക്റ്റിൻ്റെ മുൻപിൽ ക്രൈസ്തവർ സംഘടിതമായി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഈ നാട് അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് എൻ്റെതായ ഒറ്റയാൾ പ്രതിഷേധമാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ ഇറങ്ങിയത്. എൻ്റെ പള്ളിയിൽ ഞാൻ അന്ന് പതാക ഉയർത്തിയില്ല. കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളും ദേശഭക്തരുമായ ആളുകൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ശരി എന്നെ നിർബന്ധിക്കുന്നു ഇത് ചെയ്യാതിരിക്കാൻ. കാരണം ഈ പതാക ഉയർത്തി എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് എൻ്റെ മനസ്സുകൊണ്ട് പറയാനായിട്ട് അംഗീകരിക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇത് ഉയർത്തുന്നതിൽ എനിക്കതിന് വലിയ അർത്ഥം തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് സംഘടിപ്പിച്ചത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഞായറാഴ്ചയിൽ നമ്മുടെ രൂപതാ തലത്തിൽ വലിയൊരു പ്രതിഷേധം നമ്മൾ നടത്തിയായിരുന്നു അല്ലേ? നമുക്കറിയാം അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു. ഈ ഭാരതത്തിൻ്റെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അത് നിഷേധിക്കുന്നതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം നമ്മൾ നടത്തി. അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ ഭാരതം എന്ന് പറയുന്നത് ഈ 140 കോടി ജനങ്ങളുള്ള ഈ ഒരു ഭാരതത്തിൻ്റെ ഒരു സാഹചര്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇവിടെ ഇതര മതവിശ്വാസികളെ പീഡിപ്പിക്കുകയും ഞാനൊരു മതചിഹ്നമായിട്ടുള്ള വസ്ത്രം ധരിക്കുകയോ കുരിശ് ധരിക്കുകയോ വിശുദ്ധ ഗ്രന്ഥം കയ്യിലേന്തുകയോ ചെയ്യുമ്പോൾ അത് കണ്ട് ഹാലിളകുന്ന ഒരു വർഗീയ തീവ്ര സ്വഭാവമുള്ള ആളുകൾ വളർന്നു വരികയും അവരുടെ ആക്രമണങ്ങളുടെ മുൻപിൽ ഭരണ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ മൗനാനുവാദം നൽകുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം എന്നെയും നിങ്ങളെയും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ നിശബ്ദത നാളത്തെ ഒരു ദുരന്തമായി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു ഐക്യദാർഢ്യ ദിനമായിട്ട് ഈ ഓഗസ്റ്റ് 15 മാറേണ്ടതാണ്. അതല്ലാതെ നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ പതാക ഉയർത്തുക, മിഠായി എല്ലാവർക്കും വിതരണം ചെയ്യുക, ഭാരതമാതാക്കി ജയും വിളിച്ചു പോകുന്നവരായി മാത്രം മാറാതെ എൻ്റെ ഭാരതം, ഈ ഭാരത മണ്ണില് ജനിച്ചു വീണ എല്ലാ പൗരന്മാർക്കും അവൻ്റെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ തുല്യരായി പരിഗണിക്കപ്പെടുന്ന ഒരു രാജ്യനീതി ഇവിടെ നടപ്പിൽ വരുത്താനായിട്ട് പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹമെന്ന് ഉറക്കെ പറയാനുള്ളൊരു ദിനം കൂടിയായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം മാറേണ്ടതാണ്. അച്ഛൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയി നമ്മൾ നിലയില്ലാ കലത്തിലേക്ക് താണതിന് ശേഷം ഉച്ച വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് കിട്ടുന്ന വേദികളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആരുടെ ഔദാര്യമല്ല നമുക്ക് നൽകപ്പെടുന്ന സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇവിടെ ജീവിക്കാനായിട്ട് അവകാശപ്പെട്ട മണ്ണില്, ആ ഒരു മണ്ണിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്ന പോലെ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കട്ടെ, ഭയമില്ലാതെ എനിക്ക് സഞ്ചരിക്കാൻ കഴിയട്ടെ, എൻ്റെ വിശ്വാസം പ്രഘോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമാകട്ടെ. അങ്ങനെയുള്ള ഒരു ഭാരതത്തെ ഞാൻ സ്വപ്നം കാണണം. അതിനുവേണ്ടി നാം നിലകൊള്ളാനായിട്ട് തയ്യാറാകണം. അങ്ങനെയാകുമ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് കുറെ കൂടി അർത്ഥമുണ്ടാകും. പ്രിയമുള്ളവരെ, ഒരു മതപരമായിട്ടുള്ളൊരു വേദിയിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിയതല്ല അച്ഛൻ. പക്ഷേ ഈ രണ്ട് ചിന്തകളെ കൂടി ഒന്ന് സമന്വയിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചതാണ്. ഭാരതാംബയുടെ സ്വാതന്ത്ര്യ ദിനവും കന്യകാംബയുടെ സ്വർഗാരോപണവും നാം ആഘോഷിക്കുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളവരായി മാറുന്ന, ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ കൊച്ചു ഇടവക സമൂഹം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഇത്രയും ആത്മീയ ആഘോഷങ്ങളും ഭൗതികമായ ആഘോഷങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ഈ ഒരു തീർത്ഥയാത്രയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ദൈവം